സാമ്പാറിന് വേണ്ട തോരപ്പരിപ്പ് ഒരു 1/2 കപ്പ്, ഒരു ടൊമാറ്റോ മീഡിയം സൈസ് കട്ട് ചെയ്തിട്ടത്, ഒരു ടീസ്പൂൺ നെയ്യ്, മഞ്ഞൾപ്പൊടി ഒരല്പം, ഉപ്പ്, ഇതെല്ലാം ഇട്ട് നല്ലപോലെ നമുക്ക് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കാം. നെയ്യ് ഇട്ടേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അല്ലെങ്കിൽ പരിപ്പ് വേകുമ്പോൾ മിക്കവാറും കുക്കറിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ തിളച്ച് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ഇട്ടേക്കുന്നത്. സാമ്പാർ കഷ്ണങ്ങളെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാം. സാധാരണഗതിയിൽ കുക്കറിൽ തന്നെ ഇട്ടാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു സമയത്തിൻ്റെ ലക്ഷറി ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാം. നല്ലപോലെ തിളച്ചങ്ങ് വേവണം. സാമ്പാർ കൂട്ടുണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലി, പിന്നെ ഒരു 4-5 ഉണക്കമുളകും കൂടി ഇട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ആവട്ടെ. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. മല്ലിയുടെയും മുളകിൻ്റെയും കറിവേപ്പിലയുടെയും ആ പച്ച മണം ഒന്ന് മാറണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ചെറുതീയിൽ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉലുവ, ഒരു പിഞ്ച് കടുക്, ഇതിൻ്റെയും മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ ചെറുതായിട്ട് വറന്ന് വരുന്ന ഒരു അരോമ വരുന്നുണ്ട്. മുളകും ഒക്കെ ഒരു ചെറുതായിട്ട് ബ്രൗണായി വരുമ്പം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതും കൂടെ ചേർക്കാം. തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം എണ്ണയില്ലാതെ ചീനിച്ചട്ടിയിൽ ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്. തേങ്ങയുടെ കളറൊക്കെ ചെറുതായി മാറി. അപ്പം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 3-4 പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ട് ചൂടാക്കി സ്റ്റൗ ഓഫാക്കാം. ഈ കൂട്ട് തണുക്കാനായി വേണ്ടി മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരിച്ചിട്ടും ടൊമാറ്റോ മിക്സ്ചർ നല്ലപോലെ വെന്ത് കഴിഞ്ഞു. ഒരു 4-5 വിസിൽ കുക്കറിൽ അടിച്ചു, ഹൈ ഫ്ലെയിമിൽ തന്നെ. അപ്പം നല്ലപോലെ വെന്ത് ഇത് നമുക്കൊന്ന് ഉടച്ച് വെന്ത പരിപ്പ് ഉടച്ചിട്ട് നമുക്കിത് ഈ വെജിറ്റബിൾ കുക്ക് ചെയ്ത് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിളിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇത് നല്ലപോലെ തിളപ്പിക്കാം. ഇതൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടി. ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പരിപ്പും വെജിറ്റബിളും ഒക്കെ വേവിച്ചപ്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുത്ത് കുറച്ചുകൂടെ വേവിക്കാം. ഒരു ചെറിയ നെല്ലിക്കയോളം പുളിക്കാത്ത ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം. സാമ്പാറിന് പുളി ആവശ്യമുണ്ടല്ലോ, അപ്പം ഇത്രയും മതി. കാരണം നമ്മൾ ടൊമാറ്റോ ഇട്ടിട്ടുള്ളത്. അറിയുന്ന സാമ്പാറിൻ്റെ കഷ്ണവും പരിപ്പിലോട്ടും ഈ പുളി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും യോജിപ്പിച്ച് തിളപ്പിക്കാം. സാമ്പാർ കൂട്ട് അരച്ച് അതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഈ അരച്ച് പേസ്റ്റ് പരുവത്തിൽ അരച്ച് വെച്ചേക്കുന്ന ഈ സാമ്പാർ കൂട്ട് ഇതിലോട്ട് ഒഴിച്ച് സാമ്പാർ കൂട്ടിട്ട് സാമ്പാർ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കടുക് വറക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ്, കടുക് പൊട്ടിക്കഴിയുമ്പം ഉലുവ ഇട്ട് ഉള്ളി അരിഞ്ഞ് വെക്കുക, കറിവേപ്പിലയും കൊടുക്കുക. ഈ റെഡിയായിരിക്കുന്ന സാമ്പാറിലോട്ട് ഒഴിച്ച് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുക. പൊടിയായ സദ്യ സാമ്പാർ റെഡിയായിരിക്കുന്ന. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് അറിയിക്കുക.